നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചോതി നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും 2025 ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെറിയ പരിഹാരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെന്ത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം പൊതു സ്വഭാവത്തിലേക്ക് കടക്കട്ടെ. ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി. ചോതിക്ക് ചോദ്യമില്ല എന്ന് പറയും. ചോതി അത്രയ്ക്ക് ദൈവാധീനമുള്ള ഒരു നക്ഷത്രമാണ്. വായുവാണ് ദേവത. മുളച്ചു വന്ന് കാറ്റിലാടുന്ന ഒരു തയ്യ്, അതാണ് ഇതിന്റെ ചിഹ്നം. സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നവരാണ്. അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച് അഭിപ്രായം മാറ്റാനും ഇവർ തയ്യാറല്ല. ഇവർ സദാ ബഹുജനങ്ങളുമായി പെരുമാറാൻ ഇഷ്ടപ്പെടുന്നു. മന്ദഗാമിനി എന്ന പേരിന് യോജിച്ച വിധം നടക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അധികവും. ഇവർ ബന്ധുക്കൾക്ക് പ്രിയങ്കരികളായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് 12 വ്യാഴം അത്ര ഗുണം ചെയ്യില്ല. ചോതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ മെയ് മാസം വരെ അത്ര ഗുണങ്ങൾ ഉണ്ടാവില്ല. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളിൽ അധികവും ബന്ധുക്കൾക്ക് പ്രിയങ്കരികളായിരിക്കും. ചോതി നക്ഷത്രക്കാർ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത് ഇവർക്ക് വളരെ അനുകൂല ഫലങ്ങൾ നൽകും. ദശാനാഥൻ രാഹുവാണ്. രോഹിണി ഇവർക്ക് വേദ നക്ഷത്രമാണ്. കാർത്തികയുടെ അവസാന 3 പാദവും മകീരത്തിന്റെ ആദ്യ പാദവും ഇവർ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് വർജിക്കേണ്ടതാണ്. സ്വതന്ത്രബോധമുള്ളവരും ഭരണസാമർഥ്യമുള്ളവരുമായിരിക്കും ഇവർ. കഷ്ടപ്പെടുന്നതിനും ബുദ്ധിമുട്ടുന്നതിനും ഇവർക്ക് മടി ഉണ്ടാവുകയില്ല. ആരും കുറ്റം പറയുന്നതോ വിമർശിക്കുന്നതോ ഇവർ ഇഷ്ടപ്പെടുകയില്ല. സാധാരണഗതിയിൽ ശാന്ത സ്വഭാവിയാണെങ്കിലും അപൂർവം ചില സന്ദർഭങ്ങളിൽ ശോഭിക്കുകയും അത് പലവിധ കുഴപ്പങ്ങൾക്കും കാരണമായി വരികയും ചെയ്യാം. കുശാഗ്രബുദ്ധിയും കർമ്മകുശലരുമായിരിക്കും ഇവർ. ഇടപാടുകളിൽ കൃത്യത പുലർത്തും. സാമ്പത്തിക ഇടപാടുകളിൽ കണിശക്കാരിയായിരിക്കും. ആരുടെയും കീഴിൽ പണിയെടുക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തുപകാരവും ചെയ്യും. വിരോധികളോട് പ്രതികാരം ചെയ്യാനും മടിക്കുകയില്ല. ബന്ധുക്കൾക്ക് വേണ്ടി എന്തു ചെയ്താലും അവരിൽ നിന്ന് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. ദൃഢചിത്തതയും പരിശ്രമശീലവുമായിരിക്കും ജീവിത വിജയത്തിന് ആധാരം. ആരോഗ്യം, സൗന്ദര്യം ഇവയാൽ അനുഗ്രഹീതരായിരിക്കും. ബാല്യകാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കും. ഉറച്ച അഭിമാനബോധവും ദൃഢമായ മനഃശക്തിയും ഉണ്ടാകും. ആരെയും ആവശ്യത്തിൽ കവിഞ്ഞ് വകവയ്ക്കുകയില്ല. മാതാവിൽ നിന്ന് സ്നേഹവും പരിലാളനയും ലഭിക്കും. തന്മൂലം മറ്റുള്ളവർക്ക് അമ്മയെപ്പോലെ പരിലാളനം നൽകാൻ ശ്രമിക്കും. സമാധാനപ്രിയരായിരിക്കും. സൗന്ദര്യബോധമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. ആകാര സൗഷ്ഠവമുള്ള സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാകും. തന്നിമിത്തം ചില ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. ബിസിനസ്, കലാരംഗങ്ങൾ, പ്രത്യേകിച്ചും അഭിനയം, കൺസൾട്ടൻസി, ഗൃഹനിർമ്മാണം, മെഡിക്കൽ രംഗം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചാൽ വിജയിക്കും. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണെങ്കിലും അല്പം വൈകി മാത്രമാണ് വിവാഹം ഉണ്ടാവുക. പുറമേ കാണുന്ന രമ്യത ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുകയില്ല. സൗന്ദര്യത്തിൽ ഭ്രമിച്ചായിരിക്കും വിവാഹം. സൗന്ദര്യ പിണക്കങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഔദ്യോരംഗത്തായാലും ഗ്രഹഭരണത്തിലായാലും വിജയിക്കും. സമാധാനപ്രിയരായിരിക്കും.
നടത്തത്തിനൊരു പ്രത്യേകത തന്നെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവരുടെ 2025 ഗുണഫലങ്ങളിലേക്കൊന്ന് കടക്കാം. വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനലാഭമുണ്ടാകും. വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടും. ഭൂമി ക്രയവിക്രയം ചെയ്യണമെന്നുള്ളവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കും. ബാങ്ക് അലവൻസ് വർദ്ധിക്കും. ദൂരയാത്രകൾ ആവശ്യമായി വരും. വർക്ക്ഷോപ്പുകളിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികൾ കലാപരമാക്കി മാറ്റാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഷെയറുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയിക്കും. ബാങ്ക് ലോൺ ലഭിക്കും. വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടാകും. ചില രംഗങ്ങളിൽ കർമ്മശേഷി പ്രദർശിപ്പിക്കാനാവാതെ ഒരു ഉദാസീന നയം പ്രദർശിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ സഭാതലങ്ങളിൽ കഴിവ് മൂടിവെക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കും. മനസ്സിന് ഉന്മേഷം നൽകുന്ന എഴുത്തുകൾ ലഭിക്കുവാനിടയുണ്ട്. ഭാര്യയുടെ ശ്രേയസ്സ് വർദ്ധിക്കുകയും അവരുടെ പേരിൽ സ്ഥലം വാങ്ങുകയും ചെയ്യും. പുതിയ വാഹനങ്ങൾ അധീനതയിലാകും. ധനം വന്നു ചേരുകയും പുതിയ വീട് വാങ്ങുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. രക്ഷിതാക്കൾക്ക് സുഖവും സംതൃപ്തിയും നൽകുന്നതിനായി ശ്രമിക്കും. പതിവിലും അധികം യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. സദ്യകളോ വിരുന്നുകളോ നടത്തുവാൻ അവസരമുണ്ടാകും. വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിർത്താൻ വളരെയധികം പരിശ്രമിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. വിവാഹാലോചനകൾ നീണ്ടുപോകുവാനിടയുണ്ട്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവനവന്റെ ബുദ്ധിശക്തിയെ മാത്രം ആശ്രയിക്കുന്നത് അത്ര നന്നായിരിക്കില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകരിക്കും. തറവാട്ട് സ്വത്ത് വീതം വയ്ക്കും. ഉദാസീനത ഉപേക്ഷിച്ച് എല്ലാ രംഗത്തും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കും. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന പണമോ വസ്തുക്കളോ തിരിച്ചു ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. അല്ലറ ചില്ലറ അസുഖങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പിതാവുമായി അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യത കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത കേന്ദ്രത്തിൽ നിന്ന് ധനാഗമ മാർഗമുണ്ടാകും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ദൂരയാത്രകൾ പ്രയോജനപ്പെടും. പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ജോലിസ്ഥലത്ത് ചില എതിർപ്പുകളെ അതിജീവിക്കേണ്ടതായി വന്നേക്കാം. ജീവിത രീതിയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തും. സത്കർമ്മങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും. റിസർച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പല കാര്യങ്ങളിലും സ്വന്തം തീരുമാനം കൈക്കൊള്ളും. ദൂരയാത്രകൾ അത്ര ഗുണം ചെയ്യുന്നതല്ല. പുതുതായി ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. പരസ്യങ്ങൾ, ഏജൻസികൾ എന്നിവ മുഖേന ലഭിക്കേണ്ട പണം കൈവശം വന്നു ചേരും. വീടിനോ വാഹനങ്ങൾക്കോ ചില റിപ്പയറുകൾ ആവശ്യമായി വന്നേക്കാം. വിദേശത്തു നിന്ന് എഴുത്തുകളോ സമ്മാനങ്ങളോ ലഭിക്കുവാനിടയുണ്ട്. ആരാധനാലയങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പല ത്യാഗങ്ങളും അനുഷ്ഠിക്കും. പലപ്പോഴും കഴിവിലും കവിഞ്ഞ ആഗ്രഹം പ്രദർശിപ്പിക്കുന്നതാണ്. ജോലിയിൽ സ്ഥിരത ലഭിക്കും. പണയ വസ്തുവുമായി ബന്ധപ്പെട്ട ചില്ലറ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായി വരും. കുടുംബസുഖവും സഹോദര സൗഹൃദവും വർദ്ധിപ്പിക്കുന്നതിൽ പല ത്യാഗങ്ങളും സഹിക്കും. ഡോക്ടർമാർ, വക്കീലന്മാർ എന്നിവർക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളിലും ത്യാഗബുദ്ധി പ്രദർശിപ്പിക്കും. വാഹനം വാങ്ങാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. മനസ്സിന് സന്തോഷം പകരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ ലിഖിതമായ അറിയിപ്പുകൾ ലഭിക്കാനിടയുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. ഏറ്റവും നല്ല ഒരു വർഷം
അവരുടെ രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മിയാഷ്ടകം ജപിക്കുന്നത്, കനകധാര ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് തുടങ്ങിയവയിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൗഭാഗ്യങ്ങൾ നിലനിർത്തി കിട്ടുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ തേടി എത്തുന്നതാണ്. 2025 ശോഭനമായി തീരുവാൻ എല്ലാവിധ ആശംസകളും ഉണ്ടാകുന്നു. നന്ദി, നമസ്കാരം.